ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 11-ാം അധ്യായം ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി എന്ന അധ്യായമാണ്. 16 ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബാക്കിയാണ് ഇന്ന് പഠിക്കേണ്ടത്. 17 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ. ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം നോക്കി പിരിച്ചു പറഞ്ഞ് പോകാം. അപ്പോൾ ആദ്യത്തെ ശ്ലോകം ഓം ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. നൃസിംഹരൂപേണുഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ. നൃസിംഹരൂപേണുഗ്രേണ, ഉഗ്രമായ നൃസിംഹരൂപത്തോടുകൂടിയവളെ. നൃസിംഹം, നരസിംഹം. മഹാവിഷ്ണു ഹിരണ്യകശിപുവിനെ കൊല്ലാനായി ആ തൂണിൽ നിന്ന് നരസിംഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കരമായ ഒരു രൂപമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉഗ്രരൂപം എന്ന് പറഞ്ഞത്. അപ്പോൾ ഉഗ്രരൂപിണിയായ നരസിംഹരൂപിണിയായ അല്ലയോ ദേവി, ഹന്തും ദൈത്യാൻ കൃത ഉദ്യമേ. ഇവിടെ നൃസിംഹരൂപേണ ഉഗ്രേണ, വിസർഗം പ്ലസ് ഊ വന്നപ്പം അത് ഓകാരമായി മാറി. അതുകൊണ്ട് രൂപേണോഗ്രേണ നോ എന്ന് വന്നു. വായിക്കുമ്പം നൃസിംഹരൂപേണുഗ്രേണ ഒറ്റപ്പദമായിട്ട് വായിക്കണം. ഹന്തും ദൈത്യാൻ കൃത ഉദ്യമേ. കൃതോദ്യമേ നേരത്തെ പോലെ തന്നെയുള്ള സന്ധി നിയമം. ത്രൈലോക്യത്രാണസഹിതേ. ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമഃ അസ്തു തേ. നമഃ അസ്തു തേ നമോസ്തുതേ. ആ സന്ധി നിയമം അവിടെ. അപ്പം നൃസിംഹരൂപേണ ഉഗ്രേണ, ഉഗ്രമായ രൂപിയായിരിക്കുന്നവളെ, നരസിംഹ സ്വരൂപിണിയായിരിക്കുന്നവളെ. നൃസിംഹം, നരനും സിംഹവും. നരൻ്റെ ശരീരവും മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ തലയുമുള്ളവൾ, അതാണ് നൃസിംഹം. നരസിംഹരൂപിണിയായിരിക്കുന്നവളെ. ദൈത്യാൻ ഹന്തു, ദൈത്യ എന്ന് പറഞ്ഞാൽ അസുരന്മാരെ, ഹന്തു കൊല്ലാൻ, കൃത ഉദ്യമേ, അത് ആ സന്ധി നിയമനം. ദൈത്യന്മാരെ കൊല്ലാൻ ഉദ്യമിച്ചവളും. ത്രൈലോക്യത്രാണസഹിതേ, ത്രൈലോക്യം 3 ലോകങ്ങളെയും ത്രാണനം ചെയ്യാൻ ശക്തിയുള്ളവളെ. നാരായണി നമസ്തുതേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം നരസിംഹത്തിൻ്റെ രൂപത്തോടു കൂടിയവളും ദൈത്യന്മാരെ കൊല്ലാൻ ഉദ്യമിച്ചവളും 3 ലോകത്തിനെയും ത്രാണനം ചെയ്യാൻ, ത്രൈ എന്ന് പറഞ്ഞാൽ 3, ത്രൈലോക്യം 3 ലോകങ്ങൾ, ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അങ്ങനെ രക്ഷിക്കാനുള്ള സാമർഥ്യത്തോടു കൂടിയവളെ നാരായണി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന 17-ാമത്തെ ശ്ലോകം. നൃസിംഹരൂപേണുഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ. പാഠഭേദങ്ങൾ ഉണ്ടാകാം. സഹിത എന്നുള്ളിടത്തും അഹിത എന്നാവാം. അങ്ങനെ പലതും വന്നേക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കിടക്കുന്നോ അത് വായിച്ചോളുക. അപ്പം അഹിതേ എന്നാണെങ്കിൽ ഒരു 3 ലോകത്തിൻ്റെയും രക്ഷയെ ആധാരമാക്കി ഇരിക്കുന്ന ദേവി.
മഹതിയായവളെ, മഹത്തായവളെ എന്നെടുക്കാം. അല്ല സഹിത എന്നാണെങ്കിൽ ത്രാണനം ചെയ്യാൻ ചെയ്യുന്നവളെ, അങ്ങനെ 3 ലോകത്തെയും രക്ഷിക്കുവാനായി ത്രാണിയുള്ളവളെ, അങ്ങനെയുള്ളവളെ നാരായണീ നമോസ്തുതേ. നൃസിംഹരൂപേണോഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണസഹിതേ നാരായണി നമോസ്തുതേ. ഉഗ്രമായ നൃസിംഹരൂപത്തെ കൈക്കൊണ്ട് അസുരന്മാരെ ഹനിക്കുവാൻ ഒരുമ്പെട്ടിരിക്കുന്ന അല്ലയോ ദേവി, 3 ലോകത്തിൻ്റെയും രക്ഷയെ ആധാരമാക്കി കഴിയുന്ന അല്ലയോ ദേവി നാരായണി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ, ഉജ്ജ്വലങ്ങളായ 1000 നയനം കണ്ണുകൾ, കിരീടം ധരിച്ചവളെ. കിരീടിനി, നമ്മൾ ഗദിനി, ശംഖിണി, ചക്രിണി അല്ലേ, അതൊക്കെ ധരിച്ച വനമാലി, ഗതി, ശാങ്കി, ചങ്കി, ചക്രി, നന്ദകി, അത് തന്നെയാണ് ഇവിടെ. കിരീടം ധരിച്ചതുകൊണ്ട് കിരീടിനി, വജ്രം ധരിച്ചിരിക്കുന്നതുകൊണ്ട് വജ്രായുധേ എന്നാണ്. അവിടെ മഹാവജ്രേ എന്ന് പറഞ്ഞു. വജ്രം ധരിച്ചിരിക്കുന്നവൾ, വജ്രായുധം ധരിച്ചിരിക്കുന്നവളെ. സഹസ്രനയനോജ്വലേ, 1000 കണക്കിന് കണ്ണുകളോടുകൂടിയവളെ. വൃത്രപ്രാണഹരേ, വൃത്രാസുരൻ്റെ പ്രാണനെ ഹരിച്ചവളെ. ഐന്ദ്രി, ചൈന്ദ്രി, ഇന്ദ്രശക്തി, ഇന്ദ്രരൂപിണിയായിരിക്കുന്നവളെ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് അടുത്ത ശ്ലോകം. കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തുതേ. കിരീടത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ദേവി, വജ്രത്തെ ആയുധമാക്കിയിരിക്കുന്ന ദേവി, 1000 നയനങ്ങൾ കൊണ്ട് ഉജ്ജ്വലയായി തോന്നിപ്പിക്കുന്ന ദേവി, വൃത്രാസുരനെ ഹരിച്ചവളെ, ഇന്ദ്രാണി സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന അവിടേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത്